Hi students, welcome to a new class. Today we are going to discuss about theories of international trade. There are several type of international trade theories. The international trade theory is mainly classified into mercantilist views on trade, classical theories of trade such as absolute advantage theory and comparative advantage theory, opportunity cost theory, modern theory of international trade. So today we are going to discuss about mercantilist views on trade. It is a collection of economic thought by the merchants, bankers, philosophers in Europe. As per the mercantilist view on trade, national wealth is reflected in holding precious metals such as gold, silver, etc. As per the mercantilist view, the wealth of a nation, the wealth of a country is reflected in the holdings of precious metals such as gold, silver, etc. If a country has more gold, if a country has more holdings or more stock of gold, that means more powerful country. If a country has less gold, it is less powerful country. As per the mercantilist view on trade, gold holdings is the major part of national wealth. As per the mercantilist view, exports more as lead to inflow of gold. As per the mercantilist view, export is increasing the export for the purpose of inflow of the gold. ഗോൾഡിൻ്റെ രാജ്യത്തേക്കുള്ള വരവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കയറ്റുമതിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മെർക്കന്റിലിസ്റ്റ് വ്യൂ പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റ് ഇമ്പോർട്ട് ആസ് ഇറ്റ് ലീഡ്സ് ടു ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ്. ഇമ്പോർട്ടിനെ, ഇറക്കുമതിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ആസ് ഇറ്റ് ലീഡ്സ് ടു ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ്. ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് ഷുഡ് ഡു എവറിത്തിങ് പോസിബിൾ ടു മാക്സിമൈസ് എക്സ്പോർട്ട്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അവർക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു മാക്സിമൈസ് എക്സ്പോർട്ട്, കയറ്റുമതിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് മിനിമൈസ് ഇമ്പോർട്ട്, ഇറക്കുമതിയെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. ട്രേഡ് ഈസ് എ സീറോ സം ഗെയിം. ട്രേഡ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആയിട്ടാണ് പരിഗണിക്കുന്നത്. വൺ കൺട്രി കുഡ് ഗെയിൻ ഓൺലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ. വൺ കൺട്രി കുഡ് ഗെയിൻ ഓൺലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ. മറ്റൊരു രാജ്യത്തിൻ്റെ ചിലവിലല്ലാതെ, മറ്റാളുകളുടെ ചിലവിലല്ലാതെ ഒരു രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വളർച്ച കൊണ്ടുവരാൻ സാധിക്കില്ല. വൺ കൺട്രീസ് ഗെയിൻ ഈസ് ദ ലോസ് ഓഫ് അതർ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ലാഭം മറ്റൊരു രാജ്യത്തിൻ്റെ നഷ്ടമായിരിക്കും എന്നുള്ളതാണ് സീറോ സം ഗെയിം പ്രകാരം പറയുന്നത്. മെർക്കന്റിലിസ്റ്റ് വ്യൂ, ആസ് പെർ ദി മെർക്കന്റിലിസ്റ്റ് വ്യൂ, ട്രേഡ് ഈസ് എ സീറോ സം ഗെയിം. The ordinary means to increase our wealth and treasure is by foreign trade, wherein we must sell more to strangers yearly than consume their in value. അതായത് തോമസ് മൺ ഇംഗ്ലീഷ് ട്രഷർ ബൈ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാജ്യത്തിൻ്റെ ഫോറിൻ ട്രേഡ് ഇൻക്രീസ് ചെയ്യണം. സ്ട്രേഞ്ചേഴ്സിന് കൂടുതലായിട്ട് വിൽക്കണം. എന്തിനേക്കാളും? സ്ട്രേഞ്ചേഴ്സിൽ നിന്നും കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും എന്ന ആശയമാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ദെൻ മെർക്കന്റിലിസ്റ്റ് വ്യൂസ് ഓൺ ട്രേഡ് ഈസ് മ്യൂച്വലി ബെനഫിഷ്യൽ ട്രേഡ് ഈസ് ഇമ്പോസിബിൾ. മ്യൂച്വലി ബെനഫിഷ്യൽ ട്രേഡ് ഈസ് ഇമ്പോസിബിൾ ഇൻ മെർക്കന്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ്. ആസ് പെർ ദി മെർക്കന്റിലിസം, മ്യൂച്വലി ബെനഫിഷ്യൽ ട്രേഡ് പോസിബിൾ അല്ല. കാരണം ആസ് പെർ ദി മെർക്കന്റിലിസ്റ്റ് വ്യൂ, വൺ കൺട്രി മേ ഗെയിൻ, അതർ കൺട്രി മേ ലോസ്. ഒരു രാജ്യത്തിന് ലാഭമുണ്ടാകുമ്പോൾ മറ്റു രാജ്യത്തിന് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്നതാണ് അതിന് കാരണം. ഇറ്റ് കോൾസ് ഫോർ എക്കണോമിക് നാഷണലിസം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? എക്കണോമിക് നാഷണലിസം എന്നുള്ളത്. ഓക്കെ, പ്രൊമോട്ടിംഗ് ദി എക്സ്പോർട്ട് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ദി ഇമ്പോർട്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എക്കണോമിക് നാഷണലിസം.
Then nation could regulate its domestic and international affairs to promote its own interest. Need to maintain positive trade balance. പോസിറ്റീവ് ട്രേഡ് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം. സ്റ്റാറ്റിക് വ്യൂ ഓഫ് വേൾഡ് റിസോഴ്സസ്. നീഡ് ടു എൻഹാൻസ് വേൾഡ് പവർ. ബുള്ളിയനിസം. ഗവൺമെൻറ് കൺട്രോൾ ദ യൂസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രീഷ്യസ് മെറ്റൽസ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ പോലെയുള്ളവയെ ഉപയോഗിക്കുന്നതിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയും. Then mercantilist views on trade. Emergence neo-mercantilism. Neo-mercantilism was introduced. Nations seeks to restrict import in an effort to stimulate domestic production and employment. For the purpose of improving the domestic production, for the purpose of the development of the domestic companies, nations seeks to restrict imports. അവരെന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡൊമസ്റ്റിക് കമ്പനീസിൻ്റെ ഡൊമസ്റ്റിക് എംപ്ലോയ്മെൻ്റ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് അറ്റാക്ക് ഓൺ മെർക്കൻറ്റലിസം. പ്രൈസ് സ്പീസി ഫ്ലോ മെക്കാനിസം ബൈ ഡേവിഡ് ഹ്യൂം ഇൻ പൊളിറ്റിക്കൽ ഡിസ്ക്ലോസേഴ്സ് ആൻഡ് അറ്റാക്ക് ബൈ ക്ലാസിക് സ്കൂൾസ് ഓഫ് ട്രേഡ് തിയറീസ്. Okay, these are the major concepts included in the mercantilist view. Mercantilist view involves restrictions on imports, such as imposing tariff, non-trading barriers and quotas on imports, and encouragement of export. Exports are encouraged by the country. Accumulation of foreign currency reserves in the form of gold and silver. It is also known as bullionism. Subsidy to export industries, and government invest in research and development to maximize the capacity and efficiency of the domestic industry, allowing copyright, intellectual property theft. These are the major concepts included in the mercantilism. An example for mercantilism is that England's Navigation Act 1651 prohibited foreign vessels operating coastal trade. Okay, these are the major views on mercantilism.